and welcome to Career Talks with Avodha. അപ്പോൾ ഇന്നത്തെ Career Talks നമ്മോടൊപ്പം ഉള്ളത് ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മി, വെൽക്കം ടു Career Talks with Avodha. താങ്ക് യു. ഓക്കെ, ശ്രീലക്ഷ്മി ഏത് കോഴ്സാ അവോധ ചെയ്തിരുന്നേ? ഞാൻ അവോധയിൽ മെഡിക്കൽ കോഡിംഗ് ആണ് പഠിച്ചത്. മെഡിക്കൽ കോഡിംഗ് ആയിരുന്നു പഠിച്ചിരുന്നല്ലേ? ഓക്കെ, അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യാ? ഇപ്പൊ ഞാൻ നമ്മള് കോയമ്പത്തൂര് കോറോ ഹെൽത്തിൽ ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്തു. 1 വീക്ക് ആയി. കോയമ്പത്തൂരാണല്ലേ? എങ്ങനെ വർക്ക് ഫ്രം ഹോം ആണോ? അല്ല, നമ്മൾ ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നത്. വന്ന് വർക്ക് ചെയ്യണം. അപ്പം കോയമ്പത്തൂരാണല്ലേ? ഇപ്പൊ ഞാൻ കോയമ്പത്തൂര്. ഓക്കെ, അപ്പം എങ്ങനെയുണ്ട് വർക്ക് കാര്യങ്ങളൊക്കെ? കമ്പനിയൊക്കെ എങ്ങനെയുണ്ട്? സപ്പോർട്ടീവ് ആണോ? കമ്പനി ഒക്കെ സപ്പോർട്ടീവ് ആണ്. ഇപ്പം നമുക്ക് അവര് CRCയുടെ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവര്. ഈ മെഡിക്കൽ കോഡിംഗ് ഇതിലേക്ക് എന്താ ജോബ് ടൈറ്റിൽ വരുന്നത്? മെഡിക്കൽ കോഡിംഗ് മെയിൻലി നമ്മള് US ഹെൽത്ത് കെയറിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പം അവിടെ നിന്നുള്ള ഡോക്ടേഴ്സ് അവര് ട്രീറ്റ്മെന്റ് ചെയ്തതിന്റെ ചാർട്ട് നമുക്ക് കിട്ടും. അത് നമ്മൾ കോഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മൾ ഇൻഷുറൻസ് കമ്പനീസിലായിരിക്കും മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. കോഡ് ചെയ്യുക, അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത്. മെയിൻ വർക്കാണല്ലേ? അപ്പം ശ്രീലക്ഷ്മി കോയമ്പത്തൂരില്ലേ? അപ്പം ശ്രീലക്ഷ്മിയുടെ സ്ഥലം എവിടാ? എന്റെ സ്ഥലം കോട്ടയമാണ്. അപ്പം ശ്രീലക്ഷ്മി കോഴ്സ് എടുക്കുന്ന ടൈമില് ഫാമിലിയുടെ സൈഡിൽ നിന്ന് എങ്ങനെയായിരുന്നു? സപ്പോർട്ടീവ് ആയിരുന്നോ? ഫാമിലി ഒക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അത്യാവശ്യം നല്ല സ്കോപ്പ് ഉള്ള ഒരു ഫീൽഡാ. അപ്പം നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല നിലയിൽ എത്താൻ പറ്റും. അതുകൊണ്ട് സപ്പോർട്ടീവ് ആയിരുന്നു. ഓക്കെ, അപ്പം ശ്രീലക്ഷ്മി എങ്ങനെ അവോധയെ പറ്റി അറിഞ്ഞേ? അവോധയിലേക്ക് വന്നൊരു ജേർണി എങ്ങനെയാന്ന് പറയാമോ? അത് ഞാനിപ്പം എന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഇഗ്നോയിൽ, നമ്മുടെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ ഒരു കോഴ്സ് ചെയ്യുമായിരുന്നു. അപ്പൊ ആ കോഴ്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോ എനിക്ക് മനസ്സിലായത് പഠിച്ചിട്ട് ഇപ്പൊ നമുക്ക് പഠിക്കാന്നുള്ള ഒരു ഇതേ ഉള്ളൂ, ജോബ് പെട്ടെന്ന് കിട്ടത്തില്ലെന്ന് മനസ്സിലായപ്പം എന്റെ കൂടെ തന്നെ പഠിക്കുന്ന ഒരു കുട്ടി നമ്മുടെ അബോധയിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പം അവൾ എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അവിടെ ഒരുപാട് കോഴ്സ് ഉണ്ട്, നിനക്ക് പറ്റുന്നത് നീ ചൂസ് ചെയ്ത് പഠിക്കാൻ നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കോഴ്സസിലൂടെ പോയപ്പോ എനിക്ക് മെഡിക്കൽ കോഡിങ്ങിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നി. പിന്നെ അബോധയുടെ ഞാൻ യൂട്യൂബ് ചാനൽ കയറിയിട്ട് ഇന്റർവ്യൂസ് ഒക്കെ കണ്ടപ്പോ എനിക്ക് ഒരു താല്പര്യം തോന്നി, എനിക്ക് പറ്റുമെന്ന് തോന്നി. അങ്ങനെ ഞാൻ എടുത്തു. പിന്നെ ക്ലാസ്സസ് ഒക്കെ കണ്ടപ്പം കണ്ടിന്യൂ ചെയ്യാം, കുഴപ്പമില്ല, നന്നായിട്ട് പഠിപ്പിക്കുന്നൊക്കെ ഉണ്ടെന്ന് മനസ്സിലായപ്പോ ഞാൻ കണ്ടിന്യൂ ചെയ്തു. കണ്ടിന്യൂ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ്സസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ്സസ് ഒക്കെ നല്ലതായിരുന്നു. നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ റെക്കോർഡഡ് ക്ലാസ്സസ് ആണെങ്കിലും നമുക്ക് നന്നായിട്ട് മനസ്സിലാവുകയൊക്കെ ചെയ്യും. പിന്നെ ഓരോ ദിവസവും നമുക്ക് ക്വിസസ് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. നമ്മൾ മെയിൻ ഇന്റർവ്യൂ ഒരു കമ്പനിയിലോട്ട് വരുമ്പം അവർ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ള ഇത് നമുക്ക് മുന്നേ തന്നെ മനസ്സിലാകും. അതുകൊണ്ട് അതൊക്കെ നല്ല രീതിയിൽ തന്നെയായിരുന്നു. ജാപ്പിലല്ലായിരുന്നു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വരുന്നത്? അതെ, ജാപ്പിലായിരുന്നു ഇന്റർവ്യൂസ്. ജാപ്പ് അറ്റൻഡ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ജാപ്പ് അത്യാവശ്യം നല്ല, നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ജാപ്പിലൂടെ വരുന്നുണ്ട്. നമുക്ക് എപ്പോഴും അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഒരിടത്ത് കിട്ടിയില്ലെങ്കിലും വീണ്ടും ഇങ്ങനെ നമുക്ക് നമ്മളായിട്ട് ഇങ്ങനെ അരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. എല്ലാം അതിനകത്ത് തന്നെ ഇങ്ങനെ വന്നുകൊണ്ട് അത് കയറി നമുക്ക് അവര് നമ്മൾ ഇതിൽ പഠിക്കാത്ത കൂടുതൽ കാര്യങ്ങൾ അവർ അതിനകത്ത് കൊണ്ട് പറഞ്ഞു തരും. പിന്നെ അവിടുന്ന് ഇന്റർവ്യൂ കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ കോൺഫിഡൻസ് കിട്ടും. കാരണം അവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏതൊക്കെ ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടാണ് നമ്മളൊരു മെയിൻ ഇന്റർവ്യൂവിന് ഒരു കമ്പനി പോകേണ്ടത്. അപ്പൊ ജാപ്പ് വളരെ നല്ല ഒരു ഇത് തന്നെയായിരുന്നു. ഇപ്പം ക്വാളിഫിക്കേഷൻ ആസ് എ മെഡിക്കൽ കോഡർ ആണ്. സോ അതിനു മുമ്പേ എന്തായിരുന്നു ക്വാളിഫിക്കേഷൻ ശ്രീലക്ഷ്മിയുടെ? ഞാൻ കെമിസ്ട്രി ഗ്രാജുവേറ്റ് ആയിരുന്നു. അവിടെ നിന്നാണ് മെഡിക്കൽ കോഡിംഗിലേക്ക് വന്നത്. മെഡിക്കൽ കോഡിംഗ്. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ടൈമില് ഡൗട്ട് കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നോ? ഡൗട്ട് അങ്ങനെ എനിക്ക് വന്നിട്ടില്ല. കാരണം ഞാൻ ഒരു ഡൗട്ട് വന്നാൽ പിന്നെയും എടുത്ത് കാണുമായിരുന്നു. വീഡിയോസ് എടുത്ത് പ്രീ റെക്കോർഡ് ആയിട്ട് നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കാണാമല്ലോ. അങ്ങനെ കാണുമായിരുന്നു. പിന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലൈവ് സെക്ഷൻസ് ഒക്കെ അവൈലബിൾ, നമുക്ക് അങ്ങനെ കയറി കാണാം. ശ്രീലക്ഷ്മി അറ്റൻഡ് ചെയ്തായിരുന്നോ ലൈവ് സെഷൻസ്? എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വന്നില്ല, കാരണം എനിക്ക് ഡൗട്ട്സ് വന്നിട്ട്. ഈ കോഴ്സ് ചൂസ് ചെയ്യുന്ന ടൈമില് അല്ലെങ്കിൽ അവോധയെ പറ്റി കേട്ടപ്പോ ആദ്യം കേട്ടത് 2800 എന്നൊരു ഫീ സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, അപ്പം എന്ത് തോന്നിയിരുന്നു ആദ്യം ഈ കോഴ്സ് 2800 മെഡിക്കൽ കോഡിംഗ് പോലൊരു കോഴ്സ് അതെടുക്കുമ്പം എന്ത് ഒരു ഡൗട്ട് തോന്നുമല്ലോ? എന്തായാലും 2800 പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് തോന്നുമായിരിക്കും. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഇതിൽ കൂടുതൽ എമൗണ്ട് കൊടുത്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ 2800 കേട്ടപ്പോ ആദ്യം നല്ല പറ്റിയിട്ടുവാണോ എന്നൊക്കെ തോന്നിയായിരുന്നു. പിന്നെ കയറി നോക്കിയപ്പോ ക്ലാസ്സസ് ഒക്കെ നല്ല ക്വാളിറ്റി ക്ലാസ്സസ് ഒക്കെയാണ്. പിന്നെ അതുകൊണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബാക്കി എമൗണ്ട് കൊടുക്കണം. അങ്ങനൊക്കെ ആയപ്പോഴത്തേനും കുഴപ്പമില്ല, നല്ലതാന്ന് തോന്നുന്നു. ശ്രീലക്ഷ്മി ഇത്ര ടൈം നമുക്ക് വേണ്ടി, ഈ ബിസി ഷെഡ്യൂളിനിടയ്ക്ക് ഇത്ര ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഒരു വലിയ താങ്ക്സ് ഉണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് കരിയർ ടോക്സ്. ഫിലിം അക്കാഡമി എന്ന് പറഞ്ഞ ഒരു അക്കാഡമിയിലാണ്. എനിക്ക് SBI ക്യാപ്പിലാണ് ജോലി റെഡി ആയിരിക്കുന്നത്. മൈത്ര കമ്മോഡിറ്റീസ്.